നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൂപ്പ് ചെയിൻ സ്റ്റിച്ച് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബാക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ സെയിം അതേ മെത്തേഡ് തന്നെയാണ് ലൂപ്പ് ചെയിൻ സ്റ്റിച്ചും. ഇവിടെ പക്ഷേ ഒരു സ്റ്റിച്ച് നമുക്ക് കുറവാണ് വരുന്നത്. ഈ സ്റ്റിച്ച് ഞാൻ ഫസ്റ്റ് ജെറി ത്രെഡിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിലാവുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ എപ്പോഴും സ്റ്റിച്ചിൽ ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ താഴെ ഇറക്കുക, ത്രെഡ് മുകളിലെടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഡയറക്ഷനിലേക്ക് നീഡിൽ കൊണ്ടുവരണം. കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു: ലോങ് ചെയിൻ, ഷോർട്ട് ചെയിൻ, ബാക്ക് ചെയിൻ. ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഷോർട്ട് ചെയിൻ, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. അതായത് ലോങ് ചെയിനും ബാക്ക് ചെയിനും മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെറിയ ചെയിൻ ഇടുന്നില്ല. അതിന് പകരം ഈ നീഡിൽ ഇതുപോലെ തന്നെ തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ എടുത്ത ഈ ഫസ്റ്റ് ചെയിനില്ലേ, അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെയിൻ എടുക്കുന്നു. വീണ്ടും നീഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സൈഡിലേക്ക് തിരിച്ച് ഇതുപോലെ തന്നെ ഒരു ലോങ് ചെയിൻ ഇടുക. വീണ്ടും ബാക്കിലേക്ക് നമുക്ക് നീഡിൽ തിരിച്ചുകൊണ്ട് പോയി ആ ലോങ് ചെയിനിൻ്റെ നടുക്കായിട്ട് വേറൊരു ചെയിൻ എടുക്കണം. വീണ്ടും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ലോങ് ചെയിൻ ഇടുക. ഇവിടെ ലോങ് ചെയിൻ തന്നെ എടുക്കണമെന്നില്ല, മീഡിയം ചെയിൻ എടുത്താലും മതി. മീഡിയം ചെയിനിൽ ഞാനിവിടെ സ്റ്റിച്ച് കാണിച്ചാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് ചെയിൻ തന്നെ ഇട്ടത്. പിന്നെ ലോങ് ചെയിനിൽ തന്നെ പ്രാക്ടീസും അതിന് ശേഷം മീഡിയം ചെയിനിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇത് ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ കിട്ടത്തില്ല. കാരണം നമ്മൾ ആ ഫസ്റ്റ് എടുക്കുന്ന ചെയിനിനെ ലോക്ക് ചെയ്യാതെ തന്നെയല്ലേ ബാക്കിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ചെയിൻ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് താഴേന്ന് ത്രെഡ് കറക്റ്റായിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുന്ന ചെയിൻ ചെറുതായിപ്പോവും. ചെറുതാകുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൂപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ സിൽക്ക് ത്രെഡ് ഡയറക്റ്റ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ പഠിച്ചില്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ, അതുപോലെ സ്വിങ് ത്രെഡ് 1 ലെയർ എടുത്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എൻഡ് നോട്ട് ഇടാൻ ഫസ്റ്റ് ആദ്യം ചെയിൻ എടുത്തു, ബാക്കിലേക്ക് പോയി നമുക്ക് ആ ഒരു ചെയിൻ എടുത്ത് വീണ്ടും ഫ്രണ്ടിലേക്ക് വരില്ലേ, ഫ്രണ്ടിലേക്ക് വരുമ്പം ലോങ് ചെയിൻ എടുക്കുന്നതിന് പകരം നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്വിങ് ത്രെഡിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ത്രെഡ് എടുത്ത് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടാതെ ഡയറക്റ്റ് ബാക്കിലേക്ക് ആ നീഡിലിനെ കൊണ്ടുവന്ന് ആ ഫസ്റ്റ് എടുത്ത ചെയിനിൻ്റെ നടുക്കായിട്ട് ഒരു ചെയിൻ എടുക്കുക. വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് നീഡിലിനെ കൊണ്ടുവന്ന് ആ വലിയ ചെയിൻ്റെ ഉള്ളിലായിട്ടൊരു ചെയിൻ. വീണ്ടും ആ ചെയിനിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ഇരിക്കുന്നത്. ഓരോ ചെയിനിൻ്റെയും എൻഡിലായിട്ട് ഒരു നോട്ട് വരുന്ന പോലെ തന്നെയാണ് ഈ സ്റ്റിച്ചും കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. സ്റ്റിച്ചിങ് മെത്തേഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ലൂപ്പ് സ്റ്റിച്ച് എപ്പോഴും ചെറിയ ചെയിനിൽ ചെയ്യുന്നതാണ് കാണാൻ ഭംഗി. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നെക്കിൻ്റെയും സ്ലീവ്സിൻ്റെയൊക്കെ ബോർഡറിലും അതുപോലെ എന്തെങ്കിലും പിക്ചറിൻ്റെയൊക്കെ ഔട്ട്ലൈനായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കർവ് ഷേപ്പൊക്കെ ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഷോളിൻ്റെ ബോർഡറൊക്കെ എങ്ങനെ ആർക്ക് പോലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു സ്റ്റിച്ചായിരിക്കും കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതും അതുപോലെ ആളുകൾ ചെയ്യുന്നതും നമ്മുടെ നോർമൽ ചെയിൻ സ്റ്റിച്ച് തന്നെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ചെയിൻ സ്റ്റിച്ചില്ലേ, ആ ഒരു ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ സ്ലീവ്സിൻ്റെ ആണെങ്കിലും നെക്കിൻ്റെ ആണെങ്കിലും ബോർഡറിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഈ ലൂപ്പ് ചെയിനോ അല്ലെങ്കിൽ ബാക്ക് ചെയിൻ സ്റ്റിച്ച് അതല്ലെങ്കിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ച് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ ബീഡ്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഡബിൾ കളർ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ത്രെഡ് ഒരു കളറും ബീഡ്സ് വേറൊരു കളറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറിൽ ചെയ്യുന്നത് കൂടി കാണിക്കാം. ത്രെഡ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത്
നമുക്ക് ലോങ് ചെയിൻ ഇടാം. ഫസ്റ്റ് ചെയിൻ എടുത്തു. ഇനി നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ തിരിച്ച് നീഡിൽ കൊണ്ടുപോയി ആ ചെയിനുള്ളിലൂടെ തന്നെ ഒരു ലൂപ്പ് എടുക്കുക. വീണ്ടും ലോങ് ചെയിൻ, അതിനുശേഷം ബാക്ക് ചെയിൻ, വീണ്ടും തിരിച്ച് ലോങ് ചെയിൻ. സിൽക്ക് ത്രെഡിൽ ഡയറക്റ്റ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്വിങ് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഈ ഒരു സ്റ്റിച്ച് ജെറിയിൽ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും കാണാൻ ഒരു ലുക്ക് കിട്ടുന്നത് നമ്മൾ ഈ സിൽക്ക് ത്രെഡിൽ ബോർഡർ കൊടുക്കുമ്പോഴാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ആ ലോങ് ചെയിൻ എടുക്കുമ്പോൾ അത് ലോക്ക് ചെയ്യാതെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ചെയിൻ എടുക്കുന്നത്. അപ്പം ആ ലോക്ക് ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് ആ ഒരു ചെയിന് ചെറുതായി പോകാതെ നോക്കണം. കാരണം താഴത്തെ ത്രെഡ് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ലോക്ക് ഇടാത്ത ചെയിൻ ചിലപ്പോൾ ഉള്ളിലേക്ക് വീണ്ടും കയറി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ചെയിനും ഒരേ സൈസായിരിക്കണം. ഒരെണ്ണം നീളം കൂടി ഒരെണ്ണം നീളം കുറഞ്ഞ് അങ്ങനെയൊന്നും ആവരുത്. എല്ലാ ചെയിനും ഒരേ സൈസിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ സേവ് ചെയ്യാതെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചെയിനിൻ്റെ ലാസ്റ്റ് എത്തി. ലാസ്റ്റ് ചെയിൻ ഇടുക, ലോങ് ചെയിൻ, അതിനുശേഷം ബാക്ക് ചെയിൻ, വീണ്ടും നമുക്ക് മുൻപോട്ട് നീഡിലെടുക്കാം. അപ്പോൾ ലോങ് ചെയിൻ ഇടുന്നതിന് പകരം നമുക്ക് എൻഡ് നോട്ട് കൊടുത്താൽ മതി. എൻഡ് നോട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് പറയാം. ഫസ്റ്റ് ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഞാനിവിടെ ഒരു ലൈനേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തറവാകുന്നത്ര നിങ്ങൾ ലൈനിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു ആർക്ക് ഷേപ്പ് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ ആർക്ക് ഷേപ്പിലൊക്കെ നമ്മൾ ഷോളിൻ്റെ സൈഡിലൊക്കെ ബോർഡർ ചെയ്യാറുണ്ടല്ലോ. ആർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെയ്ത് ഈ ഒരു കോർണർ എത്തത്തില്ലേ, കോർണർ എത്തുമ്പം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം അടുത്ത ആർക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഞാനിവിടെ ആരോ ഇട്ട് കാണിക്കാം. ഈ ഒരു ഡയറക്ഷനിൽ സ്റ്റിച്ച് ചെയ്ത് പോകും. അവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചാണ് നമുക്ക് ആ സ്റ്റിച്ച് വരുന്നത്. ഞാൻ ആരോ ഇട്ടിട്ടില്ലേ, ആ ഡയറക്ഷനിലാണ് വരുന്നത്. മുകളിലേക്ക് പോവുക, ലോക്ക് സ്റ്റിച്ച് ഇടുക, വീണ്ടും തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരിക. ഇനി ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യ്. ഈ ഒരു ഷേപ്പ് ആകുമ്പം കർവ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. കർവ് ഡ്രോ ചെയ്യുമ്പോൾ ഒരുപാട് വളഞ്ഞാവല്, കുറച്ച് വൈഡായിട്ട് തന്നെ ഡ്രോ ചെയ്യണേ. കാരണം ഈ ഒരു സ്റ്റിച്ച് ഒരുപാട് ക്രീപ്പിംഗ് പോലെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ചെയിൻ ചെയ്താൽ മതി. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ ആരോ ഇട്ട പൊസിഷൻ, എന്നിട്ട് ഇവിടെ ഈ അവസാനിക്കത്തില്ലേ, ആ അവസാനിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ ആ ചെയിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ എൻഡ് നോട്ട് കൊടുക്കുമല്ലോ, എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം ഇപ്പുറത്ത് ചെയിൻ എടുത്താൽ മതി. അല്ലാതെ നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല. ആ ഡയറക്റ്റ് എൻഡ് നോട്ട് കൊടുത്തിട്ട് ആ ത്രെഡിനെ ഇപ്പുറത്തെ ആ ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്